Hello everyone, welcome to Gboard Class 9. It's me, your Nafi. എല്ലാവർക്കും മക്കൾ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് എവിടെ, സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് എവിടെ, സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് എവിടെയെന്ന്. വന്നു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജുമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം 16 ചാപ്റ്റേഴ്സ് അല്ലെ, ഹിസ്റ്ററിയിൽ 8ഉം ജോഗ്രഫിയിൽ 8ഉം, അതായത് സോഷ്യൽ സയൻസ് 1-ൽ 8ഉം സോഷ്യൽ സയൻസ് 2-ൽ 8ഉമായിട്ട് 16 ചാപ്റ്റേഴ്സിൽ നിന്ന് 80 മാർക്കിനാണ് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് ആളുകൾ സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് അറിയാത്ത ആളുകളുണ്ടല്ലോ. ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തേ. എല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുത്തേ. മറ്റൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സ്കൂളിൽ ഇപ്പം എത്ര ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു, നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസിൽ ഏത് ചാപ്റ്ററാണ് പഠിക്കുന്നത്, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സ്കൂളിൽ എത്ര ചാപ്റ്റർ സോഷ്യൽ സയൻസിൽ എടുത്തു കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ഏത് ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ക്ലാസ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ സോഷ്യൽ സയൻസിൻ്റെ വെയിറ്റേജ് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ആളുകളാണ് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളൊന്നും ഈ ടൈപ്പ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ചില ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിച്ചു വെക്കേണ്ട ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററാണ്, ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. ചോള നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക്. ഇതിന്ന് ഒരു 6 മുതൽ 8 മാർക്കിന് വരെ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കും കേട്ടോ. ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ചോള നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്നുള്ളൊരു ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കാം. ഇനി ടുവേഴ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി, ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിനും 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കും. ഇനി എക്സ്പാൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, അതിനൊരു 3 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കും. ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണത, അതും ഒരു 3 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ഓണം എക്സാം പോർഷൻസിനൊക്കെ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ചോദിക്കും കേട്ടോ. ഓണം എക്സാം പോർഷൻസ് ഒന്നും ക്രിസ്മസ് എക്സാം പോർഷൻസ് ഒന്നും നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഓണം എക്സാം പോർഷൻസ് പഠിച്ചു വെക്കണം, ക്രിസ്മസ് എക്സാം പോർഷൻസും പഠിക്കണം. അപ്പം നിങ്ങളുടെ ഓണം എക്സാം ഉണ്ടായിട്ടുള്ളൊരു പോർഷനാണ് ഇത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതോറിറ്റി, ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം അല്ലേ, അതൊരു 2 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കാം. അത് മാത്രമല്ല പിന്നെ അതേപോലെ ലാൻഡ് ഗ്രാൻസ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, അതൊരു 3 മുതൽ 5 മാർക്കിന് വരെ ചോദിക്കാം. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റിലെ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും 2 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കാം. മൂവിങ് ഫോർവേഡ് ഫ്രം സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ടേക്ക് 3 മുതൽ 5 മാർക്കിന് വരെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു മാർക്കിനാണ് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ ആനുവൽ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് ഏകദേശമാണ്, ഇത് തന്നെ ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ 9ാം ക്ലാസ്സിൽ കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററിയിലെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ ജോഗ്രഫിയിലെ പല ഭാഗങ്ങളും എങ്ങനെ പഠിക്കണം, എങ്ങനെ സാറേ മറക്കാതെ പഠിക്കുക, അങ്ങനെയൊക്കെ ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് എന്ത് ചെയ്യുന്നു, മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. കാരണം നിങ്ങളുടെ അവിടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടിപ്പ്, നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, എല്ലാ കാര്യവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ nafi.eduport എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പൊക്കെ വേണമെങ്കിൽ. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ജോഗ്രഫിയിൽ എലോങ് ദ കോസ്റ്റ് അഥവാ തീരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്കിന് വരെ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കട്ടോ. ശ്രദ്ധിക്കണം, എന്താണ് എലോങ് ദി കോസ്റ്റ് അഥവാ തീരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കും. പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും വിപണിയും, അതിൽ നിന്നും 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കും. ഇനി ഇന്ത്യൻ എക്കോണമി ത്രൂ വാരിയസ് സെക്ടേഴ്സ് 4 മുതൽ 6 മാർക്കിന് വരെ ചോദിക്കും. ത്രൂ ദ സാൻഡി എക്സ്പാൻസ്, മണലാരണ്യത്തിലൂടെ 3 മുതൽ 5 മാർക്കിന് വരെ ചോദിക്കും കേട്ടോ. ഇനി ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് അല്ലെ, മാനവ വിഭവശേഷി രാജ്യ പുരോഗതിക്ക് എന്നുള്ള ചാപ്റ്ററിന് 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കാം. പ്ലേറ്റ്യൂ ഓഫ് ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് അല്ലെ, ഭൗമചരിത്രം പുറങ്ങുന്ന പീഠഭൂമി, അതിൽ നിന്ന് 3 മുതൽ 4 മാർക്കിന് വരെ എന്ത് ചെയ്യുക, ചോദിക്കാം. അടുത്തത് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂമി അല്ലെ, ഈ വിശാല സമതല ഭൂമി എന്ന ചാപ്റ്ററിന് 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കാം. ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ നിന്നുള്ള ചാപ്റ്ററിനും 2 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻസ് അടക്കമാണ്. നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസ് 80 മാർക്കിനായതുകൊണ്ട് തന്നെ ഓർ ക്വസ്റ്റ്യൻസ് അടക്കമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ ഈ ഒരു വീഡിയോ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ സോഷ്യൽ സയൻസിൻ്റെ വെയിറ്റേജ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദിവസവും ലൈവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലൈവിന് നോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പറ്റൂ. നിർബന്ധമായിട്ടും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പറ്റൂ. നിർബന്ധമായിട്ടും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ നോട്ട് വാങ്ങുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.